വിശ്വാസം ഇവരൊക്കെ തന്നെ, ഈ സ്വർണ്ണക്കടത്തുകാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ. പേര് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അന്ന് പേര് നമ്മൾ പറഞ്ഞിരുന്നത് വിഷ്ണു, പിന്നെ വേറൊരു തന്നെ ഒരു തടിയൻ തമ്പി, ഇങ്ങനെ ഉള്ളവരൊക്കെ തന്നെ. അവരെയാണ് അതിന്റെ നേതൃത്വം. അത് കുറെ നാൾ അകത്ത് കിടന്നിരുന്നു. DRIക്കാർ പിടിച്ച് അകത്ത് ഇട്ടിരുന്നു. ഡൽഹിയിൽ നിന്ന് അതിനുള്ള ഓർഡറൊക്കെ വന്നു. ഇപ്പൊ പിന്നെ ജാമ്യം എടുത്തു. ജാമ്യത്തിലാണ് അവർ രണ്ടുപേരും. അത് ജാമ്യം അവരുടെ വക്കീല് രാമൻപിള്ളയാണ്, ദിലീപിന്റെ ഒക്കെ വക്കീല്. അവര് വലിയ പുള്ളികളാ. അതെ അതെ, അവര് ഏർപ്പാടെന്നാണല്ലോ. ആര് ചാവുന്നു ആരെ കൊല്ലുന്നു എന്നുള്ളതൊന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം. അവർക്ക് അവരുടെ കാര്യം നടക്കണം. ഇപ്പൊ 3 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ എത്രയോ ലക്ഷം രൂപ വരുമല്ലോ. അത് എടുത്തോണ്ട് പോയിന്നല്ലേ പറയണം. അത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പോലീസിന്. അതൊക്കെ തന്നെ അവരുടെ പണി, സ്ഥിരം പണി. എന്ത് കിട്ടിയാലും കൊണ്ടുപോകും. സ്വർണ്ണമാണ് കുറെ കൂടി വില കൂടിയൊരു മെറ്റല്. അത് കൊണ്ടുപോയി വിൽക്കാനും എളുപ്പമായിരിക്കും. അവർക്ക് അതിനുള്ള ഔട്ട്ലെറ്റൊക്കെ കാണുമായിരിക്കും. ശേഷം വർഷങ്ങളായി നടന്ന പോരാട്ടമാണ്. നീതി ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെ നീതി എവിടെ ലഭിക്കണേ? ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഇങ്ങനെ പോവുക. പുതിയ ഇപ്പം അർജുനെ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തില് ഏതെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ നോക്കണം. എന്താണെന്ന് നമുക്ക് ഇപ്പൊ രണ്ടാമതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് CBI. അത് വന്നു കഴിഞ്ഞിട്ട് പോണം, എന്തെങ്കിലുമായിട്ട് പോണം. അർജുന് വേണ്ടി CBI ഉദ്യോഗസ്ഥൻ സമീപിച്ചിരുന്നു. അന്ന് അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള്. കാരണം ആ ഒറിജിനൽ കേസ് പിൻവലിക്കാമെങ്കിൽ ഈ MACTയുടെ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു അനന്തകൃഷ്ണൻ. ഓഫ് അങ്ങനെ പറഞ്ഞു, നമുക്ക് പിൻവലിപ്പിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ അത് തന്നെ, കേസ് പിൻവലിക്കണം. ഞാൻ പറഞ്ഞ അത് വേണ്ട, നടക്കട്ടെ എന്ന് തന്നെ പറഞ്ഞു. അവരുടെ സംസാരത്തിൽ നിന്ന് ഇതിന്റെ ഇവൻ കൊടുത്ത MACT കേസ് ഞാൻ തോറ്റു എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. തോറ്റു എന്ന് പറഞ്ഞാൽ ബാലു ഡ്രൈവ് ചെയ്തു, അതിന് കോമ്പൻസേഷൻ ഞാൻ കൊടുക്കണം. ഇൻഷുറൻസ് കമ്പനിയല്ല, ഞാൻ കൊടുക്കണം. 1,30,00,000 രൂപയാണ് അതിനകത്ത് പറഞ്ഞത്. അത് റൗണ്ട് ചെയ്ത് 1 കോടി കൊടുത്താൽ മതി. അത്ര ഒരു കൺസെഷൻ ചെയ്തത്. ഇല്ല ഇല്ല, മരണശേഷം ഉണ്ടായി. കാരണം ഇവനെ ATM കവർച്ചയില് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ അന്വേഷിച്ചു ഇവനെ ആരാണോ എന്താണെന്ന്. അപ്പൊ ഈ ATM കവർച്ചയിൽ ഇവൻ കൂട്ടുനിന്നു, കവർന്നു. അതിനുശേഷം ഒരു വീട് കുത്തിപ്പൊളിച്ച് അതിനകത്ത് എന്തോ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി എന്നറിഞ്ഞു. ഇതൊക്കെ തന്നെ. അവരാള് ക്രിമിനലാണെന്ന് അവിടെയുള്ള പലരും പറഞ്ഞു. ഈ അർജുനൻ പലതരത്തിലും. അപ്പൊ എന്തൊക്കെയാണ് അവൻ ചെയ്തിട്ടുള്ളതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വേറെ വിവരം. നമ്മളെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഒന്നും അല്ലല്ലോ. അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവറും ഇല്ല. നമ്മൾ ഈ അന്വേഷിച്ച് അറിയണ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒതന്റിക് അല്ലല്ലോ ഒന്നും. അതിന് തെളിവ് എവിടെയെന്ന് ചോദിച്ചാൽ എൻ്റെ ഇല്ല. നേരത്തെ അച്ഛൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ അർജുൻ എങ്ങനെയാണ് ബാലഭാസ്കറിന്റെ കൂടെ എത്തുന്നതെന്ന് പറഞ്ഞാൽ അവൻ ഈ ഇതിന് പൂന്തോട്ടം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആയുർവേദ ആശുപത്രി ചെർപ്പളശ്ശേരിയിലുണ്ട്. അവിടുത്തെ ഡോക്ടർ രവീന്ദ്രന്റെ അനന്തരവനാണ് ഈ അർജുനൻ എന്ന് പറയുന്നത്. അനന്തരവൻ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ മകൻ. അപ്പൊ ഇവൻ അവിടെ ചികിത്സക്കൊക്കെ പോയി അവരോട്ടൊക്കെ കമ്പനിയായി. അങ്ങനെയാണ് ഇവൻ ബാലുവിൻ്റെ അടുത്ത് എത്തിയതെന്നാണ് പറയണത്. അത് കഴിഞ്ഞ് വിഷ്ണു എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റുകാരനുണ്ടല്ലോ, ഈ അവിടുത്തെ അവരുടെ എംപ്ലോയി ആയിരുന്നു കുറെ കാലം. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഏതായാലും അറസ്റ്റിലാണെന്ന് പറയണം. അതും ഈ പറഞ്ഞു കേട്ട അറിവല്ലേ ഉള്ളൂ നമുക്ക്. ഇപ്പം നിങ്ങളുടെ മീഡിയ വഴിയുള്ള റിപ്പോർട്ട് മാത്രമേ നമുക്ക് അറിഞ്ഞുകൂടൂ. അല്ലാതെ അതിന് തെളിവൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ അറസ്റ്റിലാണോ ഇല്ല എന്നൊന്നും. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള തെളിവ് കിട്ടിയിട്ടുണ്ട്, ഇയാളെങ്കിലും ഒരു സ്വർണ്ണക്കടത്തിന്റെ ഭാഗമാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് CBIയോട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനൊക്കെ ആവശ്യപ്പെടാൻ കഴിയില്ല? അങ്ങനെയൊരു ചെയ്യണം. അത് വക്കീലൊക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യും. അവർ അവരന്വേഷിക്കില്ല എന്നുള്ളത് വേറെ കാര്യം.
അതിനുള്ള കടലാസ് കൊടുക്കും. സിബിഐയുടെ രണ്ടാമത്തെ അന്വേഷണ റിപ്പോർട്ട് കോടതി കൊടുത്തിരിക്കുകയാണല്ലോ, അത് നിങ്ങൾക്ക് ലഭ്യമായിരുന്നു? ഇല്ല നമുക്ക് കിട്ടിയില്ല, മുഴുവൻ കിട്ടിയിട്ടില്ല, കുറച്ച് ഒരു പാർട്ടേ കിട്ടിയിട്ടുള്ളൂ എന്ന് വക്കീൽ പറഞ്ഞു. രണ്ടാമത്തെ അന്വേഷണത്തിലും അവർ പറയുന്നത് ഇതൊരു അപകടം തന്നെയാണെന്നാണോ? അങ്ങനെ അത് തന്നെ, പഴയതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. ആർക്കും താല്പര്യമില്ല എന്നതിലൊന്നും. അത് കോടതി റിപ്പോർട്ട് പരിഗണിച്ചു കഴിഞ്ഞു? എന്താ? ഇല്ല, പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അതൊന്നും പറഞ്ഞ് റിപ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കോടതി. ഇല്ല എന്ന് പറയണോ? ഇപ്പൊ നമുക്കെന്ത് പറയാൻ പറ്റും? പക്ഷെ ഉണ്ടെന്നുള്ള ഉറപ്പാ നമ്മൾ വിശ്വസിക്കുന്നു. മനസ്സ് പറയണോ ഉണ്ടെന്ന്. അച്ഛൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ച് ബാലുവിനെ അവരിങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു കാരണം എന്താണെന്നാണ് ഇതുവരെയുള്ള ഒരു ഇതിൽ? കാരണം അവർക്ക് ഒരാളെ മറ്റേ പൈസ വേണം. എൻ്റെ കയ്യിൽ കാശ് ഉണ്ടായിരുന്നു. ആ കാശൊക്കെ ഓരോരുത്തർ മറ്റേ വിഷ്ണു തന്നെ CBIക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുത്തേക്കണം 50 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട് ബാലുവിൻ്റെ അടുത്ത് നിന്ന്. അത് 50 എത്രയാണോ? അതേപോലെ തന്നെ മറ്റേ പൂന്തോട്ടത്തിലുള്ള അവരും ഒരുപാട് കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കടമായിട്ടായിരിക്കും. അല്ല അതിന് ഇല്ല. അവര് പറഞ്ഞത് ലക്ഷ്മിക്ക് കൊടുക്കുമെന്നാണ്, അവന്റെ ഭാര്യയ്ക്ക് കൊടുത്തോളാന്നാണ് വിഷ്ണു ഒക്കെ പറഞ്ഞേക്കണേ. നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, നമ്മൾ ചോദിച്ചിട്ടുമില്ല ആരോടും. ഇല്ല, ലക്ഷ്മിയായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. അവൾ നമ്മളെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളോട് സംസാരിക്കുമോ, നമ്മൾ അങ്ങോട്ട് വിളിച്ച് അവർ ഫോൺ എടുക്കുമോ, ഒന്നും ചെയ്യില്ല. എന്താണ് കാര്യമെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മൾ വിളിക്കാറില്ല അവരെ. അവർക്ക് താല്പര്യമില്ല നമ്മളോട് സംസാരിക്കാനൊന്നും. ഒരിക്കൽ ഞാൻ പോയിരുന്നു അവരുടെ വീട്ടിൽ, അവരുടെ അമ്മ. ആദ്യത്തെ അന്വേഷണം പൂർത്തിയായി, അതിനുശേഷം രണ്ടാമത് ആവശ്യപ്പെട്ടനുസരിച്ച് ആണല്ലോ കോടതി രണ്ടാമത് പുനരന്വേഷണത്തിൽ എങ്ങനെയാണ് അതിൽ വിശ്വാസം? അല്ല, വിശ്വാസത്തിന്റെ കാര്യമില്ലല്ലോ ഇതിനകത്ത്. വിശ്വസിച്ചല്ലേ നമ്മൾ വേണമെന്നൊക്കെ പറയണേ. പക്ഷെ അവര് ഒന്നും കൊടുത്തിട്ട് പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് അറിഞ്ഞത്. നമ്മള് CBIക്ക് വിശ്വസിക്കാന്നുള്ള അല്ലാതെ വേറെ മാർഗം എന്താ ഉള്ളത്? എനിക്കോ നിങ്ങൾക്കോ പോയി അന്വേഷിക്കാൻ പോലുള്ള പവറില്ലല്ലോ. ഇത് വെളിയിൽ വരുമെന്ന് വിശ്വസിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ? ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ബാലഭാസ്കറിന്റെ മരണം കൊലപാതകം എന്ന വാദത്തിൽ ബാലഭാസ്കറിന്റെ അച്ഛൻ KC ഉണ്ണി ഉറച്ചു നിൽക്കുകയാണ്. CBI സ്വാധീനത്തിന് വഴങ്ങിയെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നീതി ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അർജുൻ കള്ളക്കടത്ത് സംഘാംഗം തന്നെയെന്ന് പറയുകയാണ്. കഴിഞ്ഞ ദിവസം സ്വർണ്ണാഭരണ കവർച്ച കേസിൽ അർജുൻ അറസ്റ്റിലായതോടുകൂടിയാണിപ്പോൾ ബാലഭാസ്കർ കേസ് വീണ്ടും ചർച്ചയാകുന്നത്. KC ഉണ്ണി ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്. ബാലഭാസ്കറിന്റെ വണ്ടി ഓടിച്ചിരുന്ന അർജുൻ സ്വർണ്ണാഭരണം കവർന്ന കേസിൽ പെരിന്തൽമണ്ണയിൽ അറസ്റ്റിലാകുന്നു. അതോടെയാണ് ആ കേസ് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നത്. തങ്ങൾക്ക് നീതി ലഭിച്ചില്ല എന്നാണ് അച്ഛൻ KC ഉണ്ണി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിൽ അർജുനാണ് എന്ന കാര്യം ഉറപ്പിച്ചു പറയുന്നു. സ്വർണ്ണക്കടത്ത് സംഘാംഗങ്ങൾക്ക് പങ്കുണ്ട്, സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ട് ബാലഭാസ്കറിന്റെ മരണത്തിൽ. വെറുമൊരു അപകട മരണമല്ല, അത് കൊലപാതകമാണ് എന്ന് KC ഉണ്ണി ഉറപ്പിച്ചു പറയുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ.